നമസ്തേ, നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ പൊതുപരീക്ഷകൾ ഇന്ന് സമാപിക്കുന്നു. കോട്ടയം മണർകാട് നൂറുമേനി വിജയികളെ സൃഷ്ടിക്കുന്ന സ്കൂളുകളിൽ പ്രമുഖ സ്കൂളാണ് ഇൻഫൻറ്റ് ജീസസ് ബഥനി കോൺവെൻറ്റ് ഹൈസ്കൂൾ. ഇപ്രാവശ്യവും 100-ന് മുകളിൽ കുട്ടികളാണ് SSLC പരീക്ഷ ഇവിടെ എഴുതുന്നത്. 100 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ സ്കൂളിലെ വിശേഷങ്ങൾ HM കൊച്ചുറാണി സിസ്റ്ററിനോട് നമുക്ക് ചോദിച്ച് അറിയാം. ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് തന്നിരുന്ന അറിവ്, അതിൻ്റെ ഓർഡർ സഹിതം അധ്യാപകരെയും SRG കൂടി എല്ലാ ക്ലാസ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ അധ്യാപകരെ അവർക്ക് ഇന്നത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓഫ് ഉണ്ടെങ്കിൽ അവരെ വിടാനായിട്ട് വരണമെന്നറിയിച്ച പ്രകാരം, ഞങ്ങൾ തീരുമാനമെടുത്ത പ്രകാരം അവരുൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും സിസ്റ്റേഴ്സും ക്രമീകൃതമായിട്ട് എക്സാം ഹാളിൽ നിന്ന് അവരെ ഹാളിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ഓരോ ക്ലാസ് റൂമിലായി ഓരോ ഡിവിഷൻസിലുള്ള കുട്ടികളെ ഇരുത്തുകയും അവരുടെ പേരൻസിന് ഓരോരുത്തരും വന്ന് ഒപ്പിട്ട് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തു. അതിന് പ്രകാരം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അധ്യാപകർ പരീക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ അവിടെ എത്തുകയും റോഡ് ക്രോസ് ചെയ്ത് ഹാളിൽ ഇവിടെ കൊണ്ടുവന്ന് ഓരോ ക്ലാസ് റൂമുകളിലായിട്ടിരുന്ന് അറ്റൻഡൻസ് ഷീറ്റിൽ ഒപ്പിട്ടതിന് ശേഷം മാതാപിതാക്കളുടെ കൂടെ മാത്രമാണ് എല്ലാ കുട്ടികളെയും ഇവിടെ നിന്നും അവരുടെ വീടുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഒരു ആഘോഷങ്ങളും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എല്ലാ അധ്യാപകരുടെയും പല വിധത്തിലുള്ളതായ ഹെൽപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. വളരെ നന്നായിട്ട് ഈ പരീക്ഷ ഇവിടെ നടത്തുവാനും കഴിയുവാനും ഒരു വിധത്തിലുള്ള ക്രമക്കേടുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ലാതിരിക്കുവാനായിട്ട് വേണ്ട ക്രമീകരണങ്ങൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 10 out of 5 കൊടുക്കാം അല്ലേ? റേറ്റിംഗ്സ് അത്രയൊക്കെ ഉള്ളായിരുന്നു. ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിപ്പോയി, അതാ കുഴപ്പം. കോൺസെപ്റ്റോ ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നത്തെ ഇച്ചിരി പാടായിരുന്നു. ബാക്കിയുള്ളത് കമ്പാരിറ്റീവ്ലി ഫിസിക്സും ഇപ്രാവശ്യം SLC പരീക്ഷ കഴിഞ്ഞ് പിള്ളേർക്കൊന്നും ആഘോഷം പാടില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? വലിയൊരു അഴുക്ക്, ഒരു വലിയൊരു ഭയങ്കര സങ്കടകരമായൊരു വാർത്തയാണ്. ആഘോഷിച്ചാ കൊള്ളായിരുന്നു. അതെ അതെ, ആഘോഷം വേണ്ടെന്ന് പറയണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കേൾക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇനി ഇവൾമാര് ഏതാണ്ടൊക്കെ കാണിച്ചു. ഓക്കെ, താങ്ക് യു.